ഗോ ക്യാമ്പിംഗ്. 3 ദിവസത്തെ ക്യാമ്പിംഗ് ട്രിപ്പുണ്ട്. BC-യിൽ ഇവിടുന്ന് ഒരു 3 മണിക്കൂറത്തെ ഡ്രൈവുണ്ട്. എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. സോ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 40 മിനിറ്റെങ്കിലും ആയി കാണും. പക്ഷേ ഇതുവരെ എങ്ങും ശരിക്കും പോയിട്ടില്ല. ആദ്യം പിന്നെ കടയിലൊന്ന് കയറണമായിരുന്നു, പിന്നെ വേറൊരു ബേക്കറി കയറണമായിരുന്നു. ഇവിടെ ഒരു ലേക്ക് വ്യൂ ബേക്കറി ഉണ്ട്. അവർ ഉള്ള സംഗതി എല്ലാം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. എന്ന് പറഞ്ഞാൽ കാൽഗറിയിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 3 hour ഡ്രൈവ് ഉണ്ട് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് BC-യിലാണ്. കൂട്നി നാഷണൽ പാർക്ക് എന്ന് പറയും. അവിടുത്തെ റേഡിയം ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്ത് വരും. സോ ഞങ്ങളവിടെ 3 ദിവസത്തെ 3 രാത്രിയിൽ ഞങ്ങളവിടെ ക്യാമ്പിംഗ് ആണ്. സോ ഒരു ദിവസം മഴയുണ്ടെന്നാണ് പറയുന്നത്. ഞായറാഴ്ച മഴയുണ്ടെന്നായിരിക്കും ചിലപ്പം. സോ അതിന് പ്രിപ്പയർ വേണം. അവിടെ ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞു. സോ അവിടെ പോയി ഡിന്നർ ഉണ്ടാക്കിയാൽ മതി. ഞങ്ങളിപ്പോൾ ബാൻഫിലെത്തി. ബാൻഫിൽ കൂടെ പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് പിന്നെ യോഹോ നാഷണൽ പാർക്ക് കയറണം. അത് കഴിഞ്ഞ് പിന്നെ കൂട്നി നാഷണൽ പാർക്ക്. ഇപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, നിർത്തുന്നില്ല. ഇങ്ങനെ സൈറ്റ് സീയിങ്ങിന് തിരിച്ചു വരുന്ന വഴിക്ക് നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണും. പക്ഷെ അതൊക്കകത്തേക്ക് നേരെ ക്യാമ്പ് സൈറ്റിലോട്ട് പോകണം. ഞങ്ങളിവിടെ റേഡിയം ഹോട്ട് സ്പ്രിങ്ങിൻ്റെ റോഡ് എടുക്കുവാണ്, ഹൈവേ 1-ൽ നിന്ന്. സോ ഇവിടെ നിന്ന് ഇനി ഒരു 1.5 മണിക്കൂറത്തെ ഡ്രൈവുണ്ട്. ഇതൊരു നല്ല സീനിക് ഡ്രൈവാണ് ഇവിടെ നിന്ന് റേഡിയത്തിന് പോകാൻ. പക്ഷെ ഇന്ന് ഭയങ്കര ക്ലൗഡാണ്, മഴക്കോല പോലെയാണ്. സോ എല്ലായിടത്തും ഭയങ്കര ക്ലൗഡ്സാണ്. എല്ലാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം. ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ വണ്ടി കയറ്റിയിടാമെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചില സ്ഥലത്താണെങ്കിൽ നമുക്കിങ്ങനെ വണ്ടി കയറ്റിയിടാം, ചില സ്ഥലത്ത് കയറ്റിയിടാൻ പറ്റത്തില്ല. T45 ഇതാണ് സംഗതി. പക്ഷേ ക്യാമ്പ് സൈറ്റ് വലിയതല്ല. ഞാൻ ഇതിനേക്കാളും ഇച്ചിരി വലിയതാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, എല്ലാം അൺലോഡ് ചെയ്യണം, സെറ്റപ്പ് ആക്കണം. എന്തോരം നല്ല കാര്യം സ്മോൾ ടെൻറ്റ് കൊണ്ടുവന്നു. ഞങ്ങളുടെ ഉള്ള ടെൻറ്റ്
8% ടെൻ്റ് ആയിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ നിന്ന് 6% ടെൻ്റ് എടുത്തു. കാരണം ഇവിടെ നമുക്കറിയാമായിരുന്നു ചെറുതായിരുന്നു സ്പേസ്. സോ ഹോപ്പ്ഫുള്ളി 6% ടെൻ്റ് ഫിറ്റ് ചെയ്യും. സോ ഞാനിവിടെ ഫ്രണ്ടിലൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്തു. സോ ചെക്ക് ഇൻ ചെയ്തു. വന്നപ്പോഴാണ് അവർ പറയുന്നത് എല്ലാ നൈറ്റിലും ഇങ്ങനെ ഫയർ പിറ്റ് എവിടെയെങ്കിലും ഇങ്ങനെ ഫയർ വെക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ ഫീ ഉണ്ട്. $17 ഒരു ദിവസത്തേക്ക്. കർത്താവേ, എന്നാൽ പിന്നെ ഇത് ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ വെബ്സൈറ്റിൽ വെക്കാൻ പറ്റില്ലേ? നമ്മളിങ്ങനെ റിസർവേഷൻ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യണ്ടല്ലോ. ഫയറിൻ്റെ പെർമിറ്റ് വേണോ? യെസ് ഓർ നോ? എത്ര നേരത്തേക്ക് വേണം? It would be good to know ഇങ്ങനത്തെ ഇൻഫർമേഷൻ beforehand. ഇവിടെ പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ ഫീ കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഫയർവുഡ് തരും. സോ അൺലിമിറ്റഡ് ഫയർവുഡാണ്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഈ ഇൻഫർമേഷനൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടില്ല മുമ്പേ. സോ ഇഫ് ഐ ന്യൂ, എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഫയർവുഡ് കൊണ്ടുവരത്തില്ലായിരുന്നു. മനസ്സിലായോ? സോ അങ്ങനെ ഒരു കാര്യം. ഇന്നിപ്പം വണ്ടിയിൽ ഇച്ചിരൂടെ സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ഇന്നത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കാം. നാളെ കഴിഞ്ഞ് ഇവിടുത്തെ ഫയർവുഡ് ഉപയോഗിക്കാം. സോ നമ്മൾ നമ്മുടെ ടെൻറ്റ് ഫിക്സ് ചെയ്തു. ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ചെറിയ മഴയുള്ളായിരുന്നു, വലിയ മഴയല്ലായിരുന്നു. എന്നാലും എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ കഴിക്കാൻ സമയമായി. എനിക്കറിയാം രാത്രി 8 മണിയായി. എന്നാലും ഇത്രയ്ക്കും വെളിച്ചമുണ്ട് വെളിയിൽ. ഇതാണ് നമ്മുടെ ടെൻറ്റ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ടെൻറ്റാണിത്. വെക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു. ഇത് എഴുതിയിട്ടുണ്ട് 60 സെക്കൻഡ്. പക്ഷേ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും എടുത്തു. How's it going? My mom's over here, by the way. We're eating right now. So we're eating ham, fish, rice, and platypus. Platypus? So, yeah. Nice. Yummy. Dad, you Yeah. forgot to come in. Well, I have to go put this bag away. Also, happy hot spring day. It's not hot. It's a bit chilly. Okay, എല്ലാവരും സപ്പർ കഴിച്ചു. വാഷ്റൂമിൽ പോയി, ടെൻ്റ് ഇട്ടു, ഫയർ തുടങ്ങി. ഇനി കുറച്ച് നേരത്തും ചില്ല് ചെയ്തിട്ട് കിടക്കാൻ പോകാം. ഇപ്പോഴും മഴയുണ്ട്, ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയുണ്ട്. Oh, you. Where do you go? Come on, I got this. Oh, there's no one. Just gotta find some more big. Daddy. ജീവൻകുട്ടി, ജീവൻകുട്ടി, What? അവിടെ വുഡുണ്ട്. കോത്തി താപൂർ over there. Wood, guys. Guys. Need more wood. Coming? Smoking up, guys. Need more wood. Okay. Yana, ഇവിടെ വാ. Under wood. There's wood under the table. Ted? Who's Ted? Here, take this. If you pull on the string, the hole gets tighter, no? Nah, ready. Yana, chop this. Watch your hand. Or you can put it against the tree. Oh, you can't chop it like that. Yeah. Oh. Very careful. Okay, you hold the camera. Everybody, hold the camera. Leona Kutti. Leona Ma. Di. Madi. Okay. We're still chopping. Hoya.
think that's enough, yeah? Yeah, I guess. Want to put it in? Yeah. Very carefully, Mom. Hold the camera. There's splinters. Okay, so Teach her how to pick it up, Daddy, so she knows. Okay, Mom. I'm good. I'm next. You're an expert? Since when? don't throw it. No. Dave, why would you throw it? Yeah, like the fire goes everywhere. You just said What you're if an expert. the amber just Let flies me show off? you. No, I wanna. No, you obviously expert Please, needs Mama. showing. It's okay. It's okay. Mama, I promise I'll put it. How will you put it? I'll show you and then you can put it. No, Not like that. like Look, you have to. you gotta hold it like this. Away from the fire and then release it. Okay? Yeah. Thank you. Okay, thanks, fire expert. Bye bye. Okay, good morning. നമ്മൾ ഇന്നലെ രാത്രിയിൽ കിടക്കാൻ പോയപ്പോൾ ഒരു 11 മണിയെങ്കിലായി കാണും. പിന്നെ ഇപ്പോൾ രാവിലെ എണ്ണീച്ചപ്പം ഓടി 9:30 ആയി. സോ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു രാത്രിയിൽ. പക്ഷേ ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രോപ്പൈൻ ഹീറ്റർ ഞങ്ങളുടെ ടെൻറ്റിലുണ്ട്. സോ അപ്പം തണുപ്പ് ഒത്തിരി നമുക്ക് അറിയത്തില്ല. എന്നാലും നല്ല സ്ലീപ്പിംഗ് ബാഗൊക്കെ വേണം. നല്ല പാൻസും ടോപ്പും ഒക്കെ വേണം, അല്ലെങ്കിൽ ശരിക്കും തണുക്കും. ഇനി രാവിലെ എണീച്ച് ഇച്ചിരി ഫയറൊക്കെ ഉണ്ടാക്കി, ഇച്ചിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഇനി Everyone. ആരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഒരു പിടിയില്ല. ഏതോ ഒരു Dad, can we have cereal? സീരിയലോ Yeah. കൊച്ചേ. ഓക്കെ, ഇനിയൊന്ന് ഫയറും തുടങ്ങി കാപ്പി കുടിച്ചിട്ട് അടുത്ത പ്ലാനിലോട്ട് പോവാം. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്റ്റോവ് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഇഗ്നിഷൻ എല്ലാം പോയി കിടക്കുക. ഒരു 10-15 വർഷം വഴക്കമുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മളെന്തുവാലോ ടൗണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൗണിൽ തന്നെ കഴിച്ചിട്ട് പുതിയൊരെണ്ണം മേടിക്കണം. സോ ഞങ്ങളിവിടെ അടുത്ത് ഇൻവെർമിയർ ടൗണിൽ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. ഇവിടെ ബിഗിനിങ്സ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രാഞ്ച് എന്നുള്ള സ്ഥലം, അവിടെ കുറച്ച് ഗ്ലൂട്ടൻ ഫ്രീ ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഇങ്ങോട്ട് വന്നു. ടൗൺ നല്ല സൂപ്പർ ടൗൺ ആണ്, പക്ഷെ ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. പാർക്കിങ്ങേ ഇല്ല. Oh my gosh, Dad, that was so cute. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി And then turn around തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് ചിലപ്പോൾ ഒരു ഹൈക്കിങ്ങിന് പോകും. and here you are with more stuff on your mouth. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു. എല്ലാം ഇവിടെ എക്സ്പെൻസീവ് ആണ്, കുഴപ്പമില്ല. ഇറ്റ്സ് ദ പ്രൈസ് യു ഹാവ് ടു പേ. ഞങ്ങളിപ്പോൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി. സോ ഞങ്ങളുടെ സ്റ്റോവ് പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്റ്റോവിൻ്റെ ഇഗ്നൈറ്റർ എല്ലാം പോയായിരുന്നു. സോ പുതിയൊരു സ്റ്റോവ് കനേഡിയൻ ടയറിൽ നിന്ന് മേടിച്ചു. അതൊന്ന് പോയി ടെസ്റ്റ് ചെയ്യണം. കാരണം ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രൊപ്പൈൻ ടാങ്ക്, അയ്യോ ആ ടാങ്ക് തീ പിടിച്ചായിരുന്നു. എന്തുവായാലും ആ താനെ നിന്നു. കുറച്ച് വെള്ളം എൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് പൊട്ടിപ്പോവും. എനിക്കറിയത്തില്ലായിരുന്നു എന്താ പറ്റുമായിരുന്നു. നമ്മുടെ പുതിയ സ്റ്റോവാണിത്, വുഡ്സിൻ്റെ. ഇതിൻ്റെ $100 നമ്മുടെ പഴയ സംഗതി കളഞ്ഞേക്കാം. ഇനി വെച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ല. പറഞ്ഞ പോലെ ഓടി 10 വർഷം പഴക്കമുള്ള സംഗതിയായിരുന്നു. ഓ it was time for a change. Now let's make some tea. ഇപ്പോൾ വൈകിട്ട് ഒരു 5:15. ഇനി ഒരു ചെറിയ ഹൈക്കിന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട്, കാരണം ഇട്ടുന്നതിന് മുമ്പ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുത്തെ ഒരു 4 കിലോമീറ്റർ ഹൈക്കിന് പോവാണ്. ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് ഹാട്ട് സ്പ്രിങ്ങിലോട്ട് ഉള്ള ഹൈക്ക്. സോ 1 way 2 kilometers. സോ റൗണ്ട് ട്രിപ്പ് 4 kilometers. ഓടി പുറകിൽ കംപ്ലൈൻ്റ് ആണ്.
നോക്കട്ടെ ഇവിടം വരെ ചെല്ലുമെന്ന്. ഇവിടുത്തെ ലുക്ക് ഔട്ടാണ്, വാലി ലുക്ക് ഔട്ട്. Mama, get you another piece of 12. Thank you. Ready? Yeah. Steady? Go! Oh, that was very short. No. അവിടെ ദൂരെ ഇപ്പോഴും സ്നോ ഉണ്ട് ഇഷ്ടം പോലെ. വൈറ്റ് ക്യാപ്പ് എന്ന് പറയും ആ മലയുടെ മുകളിൽ സ്നോ ഇരിക്കുമ്പോൾ. I want to throw something. നല്ല നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടുന്ന്. You almost acted. let's go ടാ. Oh, yes, that's again. ആ അപ്പോൾ ഒരു 10 സ്റ്റേഴ്സ് ഉണ്ട്. We're dying right here. എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഹൈക്ക് ഫിനിഷ് ചെയ്യുമെന്ന് ഈ രീതിയിൽ പോയാൽ. ഭയങ്കര സ്ലോ ആ എല്ലാവരും. സ്ലോ പേസ്. സ്ലോ പേസ് ഹിയർ. അവിടെ ഭയങ്കര വാര, ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ, പല പല കാര്യങ്ങളാണ് നടക്കുന്ന. മാത്രം ഒഴിച്ചു ബാക്കിയെല്ലാം ചെയ്യും. അയ്യോ ആപ്പടെ 0.3 കിലോമീറ്റർ ഇത് നടന്നിട്ടുള്ളൂ. 1.7 kilometers left. We haven't even finished half of the hike. ഇനിയുണ്ട് 1.7. Okay, let's go. Quarter. You're not walking. ബി സിയിൽ അവിടെ പോയാൽ നല്ല ഫോറസ്റ്റ് ആണ്, റെയിൻ ഫോറസ്റ്റ് റൈറ്റ്. സോ ഇവിടെ നല്ല ഹൈക്കാണ്, നല്ല ഹൈക്കിംഗ് ആണ്. കാലാവസ്ഥ ഇവിടെ ഇപ്പം നല്ലതാണ്, സ്പ്രിംഗ് ടൈം ആയിരുന്നു. ഇവിടെ മഴയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒയ്യപ്പാ ഇവിടെ അടിയാണ് സ്റ്റിക്ക് കൊണ്ട്. പോടാ. Why you coming or no? Wait. You coming or no? Mommy, you're walking too fast. No, you stop to pick up stuff on the floor. Hey, you said experience the journey. You're experiencing too much of the journey. Well, you never said how much to experience. Only 5 experiences. അവിടെയാണ് റേഡിയം ഹോട്ട് സ്പ്രിങ്. നമുക്ക് അവിടെ പോയി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇരിക്കാം വേണമെങ്കിൽ. എനിക്കൊന്ന് നാച്ചുറലായിട്ടുള്ളൊരു ഹോട്ട് സ്പ്രിങ് ആണ്. അവർ ടൂറിസത്തിനും അല്ലെങ്കിൽ കമേഴ്ഷ്യൽസിനും വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട് പോവാണ്. നാളേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തില്ല, കാരണം വെച്ചിട്ട് താമസിച്ച് പോകാൻ കാരണം. സോ വെളിച്ചമുള്ളപ്പോൾ തിരിച്ചു പോയി ഡിന്നർ ശരിയാക്കിയിട്ട് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചു. സോ തിരിച്ചു പോകുന്ന വഴിയാണ്. നല്ല സ്റ്റീപ്പാണ് സൈഡെല്ലാം. I almost fell. And no one even noticed. I'm good I'm caught myself. I was falling down. No, it's just fine. Not falling. Are you okay, baby? ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. സെയിം ലുക്ക് ഔട്ട് നമ്മൾ മുമ്പേ നോക്കി. Wow. Is that the water, the lake from here? Yeah, it's a river that goes into the lake. ക്യാമ്പ് സൈറ്റിൽ തിരിച്ചെത്തി, കുക്കിംഗ് തുടങ്ങി. ഇന്ന് ദോശയാണ്. കുറച്ച് ഫയർവുഡ് കിട്ടി. ചില നനഞ്ഞിരിപ്പുണ്ട്, കുഴപ്പമില്ല, കാരണം മഴ കാരണം. സോ ഇനി അതൊന്ന് ലൈറ്റ് ചെയ്തിട്ട് ഫയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല കാറ്റുണ്ട് എന്ന് വെച്ചിട്ട് വെളിയിൽ. ഇന്ന് മഴയില്ല, നാളെ ഉണ്ട്. സോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇനി ഇച്ചിരി ചായ കുടിച്ചിട്ട് ചിൽ ഔട്ട് ചെയ്യാൻ പോവാണ്. ഇത് നോ ആൽക്കഹോൾ സോണാണ്. ബിയറില്ല, വൈനില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ ഇനി ഞാൻ പാത്രമെല്ലാം കഴുകി. Stop recording us! I'm recording myself. So what? Looks like you are. നമ്മൾ രാവിലത്തെ റൂട്ടീനെല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ചെറിയൊരു മഴയാണ്, അത് കാരണം എല്ലാം ഷെൽട്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. തീ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോകുന്നുണ്ട് ഇവിടുത്തെ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്ത്. സോ അങ്ങോട്ടാണ് ഇനി അടുത്ത പരിപാടി. രാവിലത്തെ മഴ ഇതുവരെ തീർന്നിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളിപ്പം ക്യാമ്പ് സൈറ്റ് വിട്ട് വെളിയിൽ പോകുന്ന വഴിയാണ്. നേരെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. സോ അവിടെ പോയിട്ട് ലഞ്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ മഴ കാരണം നല്ല വ്യൂ ഉണ്ട്, നല്ല ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ച് ഇൻവെർമിയർ ടൗണിലെത്തി. എൻ്റെ പുറകെ കാണുന്നതാണ് ഇൻവെർമിയർ ലേക്ക്. ഞങ്ങളിവിടെ പണ്ട് വന്നിട്ടുള്ളതാണ്. ക്യാമ്പിങ് എന്നല്ല, ചുമ്മാ ബീച്ച് ഡേക്ക് വന്നിട്ടുള്ളതാണ്. സോ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്, സ്റ്റേഷൻ പബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അവിടെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ സമ്മറി വരുവാണെങ്കിൽ ഇവിടെ നല്ല സുഖമാണ്. ഈ ലേക്ക് നല്ല ചൂടാണ്, വെള്ളം നല്ലതാണ്. ഇപ്പം ലഞ്ച് കഴിച്ച് ഇറങ്ങി വരുവാണ്. ലഞ്ച് ചെയ്യണം കുട്ടി. ഷി ഹാസ് എ പിക്കോ ലോളിപോപ്പ്. യമ്മി. ഈ പിള്ളേരുടെ കാര്യം. Did you say all the way to the bottom, like across? Like over there, look. That's cool. That's a beach park. Oh, you slippery there. Whew. Did you scare me? Oh, you scared myself, Mom. Almost fell on my kundi. Yeah. അയ്യോ, ഇന്ന് നല്ല തണുപ്പായിരിക്കും. ഹീറ്റർ വെച്ച് കിടന്നാലേ ഒക്കത്തുള്ളൂ. കുഴപ്പമില്ല. Dad, that's because I'm a multi-bender. I can't feel any. Okay. You're invincible. ഓക്കെ, ഇനി തിരിച്ച് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കനേഡിയൻ ടയർ കയറി 2 കാര്യങ്ങൾ മേടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നേരെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട്. Play it in the here. No, you put it. You keep it. Hey. Oh. Daddy got sandy too. Look, sand on you. ഇതാണ് ഇവിടുത്തെ ഇൻവെർമിയർ ലേക്ക് എന്ന് പറയുന്നത്. കുറച്ച് ബിഗ് ഹോൺ ഷീപ്പ് വെളിയിലുണ്ട്. അപ്പം അവരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോയാൽ മതി. Look, Leona, everywhere. ഈ വഴിയിൽ ഇത് ഒരു പഴയ ലോഗിങ് റോഡാണ്. ഇതിലെ കൂടെ ഒരു 20 കിലോമീറ്റർ ഉണ്ട് പോകാൻ, ഹോട്ട് സ്പ്രിങ്ങിലെത്താൻ. ഇതൊരു ഡേറ്റ് റോഡാണ്. സോ റൈഡ് ഇച്ചിരി അത്രയ്ക്കും സ്മൂത്ത് അല്ല. സോ ഇപ്പം മഴ കാരണം ഇച്ചിരി കൂടെ മടിയായിരിക്കും. സോ നോക്കട്ടെ എവിടം വരെ പോകാമെന്ന്. ഹോപ്പ്ഫുള്ളി ഓൾ ദ വേ പോകാം, അല്ലെങ്കിൽ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. പറഞ്ഞ പോലെ റോഡ് അത്രയ്ക്കും നല്ലതല്ല, എന്നാലും പോകാം. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഇഷ്ടം പോലെ ലോഗിങ് ട്രക്ക് വരുന്ന വഴിയാണ്. കാരണം അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, എന്നാലും ഇച്ചിരി അത്രയ്ക്കും സ്മൂത്ത് അല്ല. സോ ഞങ്ങളിവിടെ ഹോട്ട് സ്പ്രിങ്ങിലിവിടെ എത്തി. മഴയാണ് ഇപ്പോഴും. ഒത്തിരി ആൾക്കാർ ഇവിടെ ഇല്ല, എന്നാലും കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ ഹോട്ട് സ്പ്രിങ്ങിലെത്തി. ഒത്തിരി ആൾക്കാർ ഇവിടെ ഇല്ല, നല്ല കാര്യം കൊണ്ട്. ഇതാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ പേരാണ് ലുസിയർ ഹോട്ട് സ്പ്രിങ്. എനിക്കറിയത്തില്ല അവിടെ ഒത്തിരി ചൂടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ. എല്ലാവരും ഒരു പൂളിൽ പോയിരിക്കുവാണ്. സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിൽ ഇച്ചിരി ചാടി, മൊത്തം ചാടിയില്ല, കാല് മാത്രം. അവർ രണ്ടുപേരും വെള്ളത്തിൽ കയറി മൊത്തം ഫുള്ളി. ഒത്തിരി പറഞ്ഞാൽ ഒത്തിരി റൂമില്ല അവിടെ. സോ
പക്ഷെ നല്ല നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ. ആൾക്കാർ ഇവിടെ എല്ലാം അക്കോമഡേറ്റിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന്. പക്ഷെ ഇവിടെയെല്ലാം നല്ല തണുത്ത വെള്ളം, ഇവിടെയെല്ലാം നല്ല ചൂടുവെള്ളം. ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ. അതാ I'm gonna get down there. Yeah, get in here. This pool is like hot, so you can feel the cold water too. Not as hot as the other. Yeah. Hey! You're throwing rocks at us. Kicking rocks now. Go that way. Get out of there. Go that way. Or take it back. Oh goodness. രണ്ട് That's what happens when you drink. You don't think. നമ്മുടെ കൊച്ച് ഭയങ്കര ബ്രേവ് ആണ്. ഇവിടെ തണുത്ത വെള്ളത്തിൽ വന്ന് കയറിയിരിക്കാൻ. Hello, I'm in a cold pool right now. Ah! നമ്മുടെ കൊച്ച് വെളുമ്പറവടത്തിൽ പോയി ഹാങ് ഔട്ട് ചെയ്യുവാണ്. അവിടെയാണ് ഇവിടെ അവിടെയാണ്. ഓക്കെ, നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് അഡ്വഞ്ചർ കഴിഞ്ഞു. ഇനി തിരിച്ചു പോവാണ്. പുറകിലൊരു ലഗേജ് ഉണ്ട് എക്സ്ട്രാ. ഇതെല്ലാം കയറി പോകണം. എൻ്റെ അമ്മേ, എവിടെ വയ്യ. Get off me. No. Get off me. Mom doesn't go through out. Ah. നമ്മുടെ ഹോട്ട് സ്പ്രിങ് കഴിഞ്ഞു. ഇനി തിരിച്ചു പോവാണ്. പക്ഷെ കാറ് ഭയങ്കര ഡേട്ടിയാണ്. തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ പോകുന്നതിന് മുമ്പ് ഒരു കാർ വാഷ് എവിടെയെങ്കിലും കണ്ടുപിടിച്ച് എളുപ്പം സ്പ്രേ അടിച്ചിട്ട് പോകണം. ഈ റോഡ് മൊത്തം ചള്ളയാണ്. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ തിരിച്ച് ക്യാമ്പിൽ പോകുന്ന വഴിയായിരുന്നു. പക്ഷേ ഇതുവരെ ലേറ്റ് ആവും. അത് കാരണം ഇവിടെ ഒരു റെസ്റ്റ് ഏരിയയിൽ കയറി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ദോശയാണ് ഇന്ന് രാത്രിയിൽ. അപ്പുറത്തെ ലേക്കാണ് ഞാൻ കൊണ്ട് കാണിക്കാം. Dun, dun, run. Tick, 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 tick. Oh, we should have done the picnic up here. Wow, look at that. നല്ല വ്യൂ ഇവിടെ. What lake is this, Leona? I don't know. Let's see. This is the Columbia Lake. Beautiful. Giankuti, how's the dosa? Good? It's good? Some egg in it too, love.
ഓ, നമ്മുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട് പോവാണ്. രാത്രി ഒരു 9 മണിയെങ്കിലായി കാണുമായിരിക്കും. നോക്കട്ടെ, 9:30 സോ നാളെ നമ്മൾ ക്യാമ്പ് സൈറ്റ് വിട്ട് പോവാണ് തിരിച്ച് കാൽഗറിയിലോട്ട്. ഓക്കെ, എന്നാൽ ഇനി പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എല്ലാം പാക്കപ്പ് ചെയ്തിട്ട് പോകണം. ഇന്നലെ രാത്രി വന്ന് നേരെ കട്ടലിട്ട് പോയി കിടന്നു. ഇപ്പോഴാണ് 9 മണിക്കാണ് എണീച്ചത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ വല്ല മഴയായിരിക്കും, പക്ഷേ ബ്ലൂ സ്കൈ, നല്ല ദിവസമാണെന്ന് തോന്നുന്നു. സോ 11 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അതാണ് ചെക്ക് ഔട്ട് ടൈം. സോ 11 മണിക്ക് ഇറങ്ങി പോകുമ്പം ഒരു 3 മണിക്കൂർ എടുക്കും വീട്ടിൽ ചെല്ലാൻ. പക്ഷേ നമുക്ക് കുറച്ച് സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. സോ മിക്കവാറും വീട്ടിലെത്തുമ്പോൾ ഒരു 5 മണിക്കൂറെങ്കിലും ആവും. നമ്മുടെ ക്യാമ്പിംഗ് ട്രിപ്പ് ഇസ് കമ്മിങ് ടു ആൻ എൻഡ്. എല്ലാം പാക്ക് ചെയ്തു, എല്ലാം വണ്ടിയെ കയറ്റി. നല്ല കാര്യം മഴയില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. ഓൾമോസ്റ്റ് ഇപ്പം ക്യാമ്പ് സൈറ്റ് മൊത്തം എംറ്റി ആയി. ഓൾമോസ്റ്റ് എല്ലാവരും പോയി. ഇനി അടുത്ത ഗ്രൂപ്പ് മിക്കവാറും വരും. ഇങ്ങനെ ക്യാമ്പിങ്ങിന് വരുമ്പം ഒരു ചൊവ്വ ബുധൻ വ്യാഴം വരണം, അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരണം. അപ്പോൾ അവിടെ ആരും കാണത്തില്ല. എല്ലാവരും മിക്കവാറും ഫ്രൈഡേ ഓഫ് എടുക്കും, അല്ലെങ്കിൽ മൺഡേ ഓഫ് എടുത്ത് ലോങ് വീക്കെൻഡ് ആക്കി വരും. ഓക്കെ, എന്നാൽ പിന്നെ കാണാം. തിരിച്ച് പോകുന്നതിന് മുമ്പ് ഒരു കാർ വാഷ് എളുപ്പമൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കാറ് ഭയങ്കര ഡേർട്ടിയാണ്. ക്യാമറ കൂടെ കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഒരു വലിയൊരു വാലിയാണ് ഇവിടുത്തെ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, ഞാൻ നിർത്തിയില്ലെന്നേ ഉള്ളൂ. Oh, there's a black bear right there. Where? Look behind you. Look behind you in the rear view mirror. Oh wow! I saw it. Me too. Beautiful. Wow. നമ്മളിവിടെ ചെറിയ ബ്രേക്കിന് വന്നതാണ്. ഇവിടെ കൂട്ട്നി റിവറാണ് ഇത് നമ്മുടെ പുറകിൽ ഉള്ളത്. ഗ്ലേഷ്യർ വാട്ടറാണ്. അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അതിൻ്റെ പേര് ന്യൂമ ഫോൾസ് എന്നാണ്. സോ കൊച്ചിനെ കൊണ്ട് അവിടെ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. Good job. Careful, it's slippery. Oh, look in here. Yeah. Cool, right? Oh. That's a lot of pressure for us. Yeah. Whoa. ഇതാണ് ന്യൂമ ഫോൾസ് എന്ന് പറയുന്നത്, കൂട്ട്നി റിവറിൻ്റെ
Oh, that's crazy, right? Has a person vibrating. A few people are working on it. Come. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് ഇവിടെ. ഞങ്ങളിവിടെ ലഞ്ചിന് നിർത്തി. ഇവിടെ പെയിൻറ്റഡ് പാത്ത് എന്ന് പറഞ്ഞൊരു പിക്നിക് സൈറ്റിൽ ഇവിടെ നമ്മുടെ ചേച്ചി ടോർട്ടിയ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലൂ കോൺ, ഫിഷ് ആൻഡ് ക്യാബേജ്, റൈറ്റ്? And artichoke. And mustard. artichoke. And mustard. And, no, wait, actually ketchup and mustard. Okay, thank you. And I think somebody mustard right now. Yeah, you're mustard. No. സോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവാണ് പ്ലാന് മാർബിൾ കാനിയൻ. അടുത്താണ്, ഒത്തിരി ദൂരമില്ല. അവിടെ പോയി ചെറിയൊരു Marble Canyon. അപ്പോൾ അവിടെ കാണാം. ഇവിടെ അടുത്തൊരു സ്റ്റോപ്പിൽ വന്നിരിക്കുവാണ്. ഇതിൻ്റെ പേര് മാർബിൾ കാനിയൻ. ബിറ്റ്വീൻ പോകുന്ന വഴിയാണ്. സോ ചെറിയൊരു ഹൈക്കുണ്ട് ഇവിടെ. നമ്മൾ ആ ഹൈക്കിലൊന്ന് കയറി ഇറങ്ങി പോവാൻ പ്ലാനാണ്. It says do not feed wildlife, okay? That means do not feed Leona. She's kind of wild. Hey, I'm not. Holy bro. No, I'm not. ഒരു ചെറിയ ഹൈക്കന്നേ ഉള്ളൂ. 0.7 കിലോമീറ്റർ. അതിന് ഇതൊരു ലൂപ്പാണ്. പക്ഷെ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിട്ട് നോക്കിയാൽ ഇവിടെ 2-3 വർഷം മുമ്പ് ഭയങ്കര ഫോറസ്റ്റ് വൈൽഡ് ഫയർ ഉണ്ടായിരുന്നു. ഈ വാലി മൊത്തം കരിഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ പുതിയ ട്രീസ് വരുന്നേ ഉള്ളൂ. എല്ലായിടത്തും കാണാൻ പോയത് ഇപ്പോഴും ചാറ് പിടിച്ച് കിടക്കുന്ന പോലെ. ഭയങ്കര വൈൽഡ് ഫയർ ആയിരുന്നു 2-3 വർഷം മുമ്പ്. ഹൈവേ എല്ലാം ക്ലോസ് ചെയ്തു. ഫുൾ സമ്മറായിരുന്നു. ഇതാണ് പറഞ്ഞ പോലെ മാർബിൾ കാനിയൻ. പണ്ടിവിടെ ഗ്ലേഷ്യർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഗ്ലേഷ്യർ പോകുമ്പോൾ ഇങ്ങനത്തെ റിവർ ഈ പാറയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉണ്ടായി വരും. അതാണ് എഴുതിയേക്കുന്നത്. ഇവിടെ നിന്നിട്ട് നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. Joseph, Jimmy. അങ്ങ് പുറകിൽ ഗ്ലേഷ്യർ കാണാം. ഇതിലെ കൂടെ നേരെ പോയാൽ നമ്മൾ മുമ്പേ ലഞ്ചിന് നിർത്തിയ സ്ഥലം അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ മാർബിൾ കാനിൻ്റെ ഇവിടുത്തെ സൈറ്റ് സീയിങ് എല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ്. നമ്മളിപ്പോൾ കൂട്നി നാഷണൽ പാർക്ക് വിട്ട് ബാൻഫ് നാഷണൽ പാർക്കിൽ എൻ്റർ ചെയ്യുവാണ്. ഇവിടെയാണ് ഇത് കോണ്ടിനെൻ്റൽ ഡിവൈഡ്. ഇതാണ് ബാൻഫ് കൂട്നി നാഷണൽ പാർക്കിൻ്റെ ബോർഡർ. ഓക്കേട്ടാ. സോ ഇവിടുന്ന് ഇനി ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് കാണും വീട്ടിലെത്താൻ. നമ്മുടെ പ്ലാന് നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനിയൊന്നും സ്റ്റോപ്പില്ല. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്പർ 1 പോകാൻ വല്ലോ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നേരെ വീട്ടിലോട്ട്. നമ്മളിപ്പോൾ BC അൽബർട്ട ബോർഡറിലെത്തി. നമ്മളിപ്പോൾ അൽബർട്ടയിലെത്തി. Hey, whoa, 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 whoa. Talk English, bro. No English, bro. You spoke in English, you have to.